ബോട്ടിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള രണ്ട് നെക്ക് ബാൻഡുകൾ റോക്കേഴ്സ് 333ANC റോക്കേഴ്സ് 333ANC 1499 രൂപയ്ക്കാണ് ഈ രണ്ട് പ്രോഡക്റ്റുകൾ നമുക്ക് അവൈലബിൾ ആകുന്നത്. ഒന്ന് ഫ്ലിപ്കാർട്ടിലാണെങ്കിൽ മറ്റൊന്ന് ആമസോണിൽ. എന്തായാലും ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആകുന്ന റോക്കേഴ്സ് 333ANC നമ്മൾ വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ സവിശേഷതകൾ എന്നാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഷെയർ ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബോക്സിലേക്ക് വരുവാണെങ്കിൽ ഏറ്റവും മുന്നിലായിട്ട് പ്രോഡക്റ്റിന്റെ ഫോട്ടോയും കൂടാതെ റോക്കേഴ്സ് 333ANC എന്ന് എഴുതിയിട്ടുണ്ട്. ക്രിസ്റ്റൽ ബയോണിക് സൗണ്ട് പവേർഡ് ബൈ ഡിറാക് ഒപ്റ്റിയോ. ഇതാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത് ഇതിനകത്ത് ANC ഉണ്ട്. ഓൾറെഡി നമ്മുടെ ഓവ്യൂസിൽ ഇതിന്റെ രണ്ടിന്റെ ഓവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. 13mm ഡൈനാമിക് ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ലഭ്യമാകുക. പറയുന്നത് നോക്കുവാണെങ്കിലും കുറച്ച് കാര്യങ്ങൾ അവരുടെ ഹൈലൈറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെ വീഡിയോയിൽ പൂർണ്ണമായും പറഞ്ഞിട്ടുണ്ട്, ഇപ്പം അങ്ങോട്ട് പറയുന്നില്ല. മന്ത് ആൻഡ് ഇയർ ഓഫ് ഇമ്പോർട്ട് ഇവിടെ നോക്കുവാണെങ്കിൽ മെയ് 2022. മാക്സിമം റീറ്റെയിൽ പ്രൈസ് ഇവിടെ കൊടുത്തിരിക്കുന്നത് 4990 രൂപയാണ്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1499 രൂപയാണ് ഇപ്പോൾ ഇതിന് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ചിലപ്പോൾ ഇത് 1799 അല്ലെങ്കിൽ 1999 മാറാൻ ചാൻസ് ഉണ്ട്. എന്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് മൂൺ ഗ്രേ എന്ന് പറയുന്ന കളറാണ്. ഇതല്ലാണ്ട് ബ്ലാക്ക്, ബ്ലൂ എന്നിങ്ങനെ മറ്റ് കളേഴ്സിലും അവൈലബിൾ ആണ്. ഏതിനാണെങ്കിലും 1499 രൂപ തന്നെയാണ് ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ പൊതുവെ ബോട്ട് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടാണ് ഈ ഒരു ബോക്സ് നമുക്ക് ലഭ്യമാക്കി തരുന്നത്. ദേ ബോക്സ് അങ്ങോട്ട് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് 333 ഒരു ചെറിയൊരു ബട്ടർ പേപ്പറിൽ കൊടുത്തിട്ടുള്ള സംഭവമാണ്. ദേ സാധനം ഇവിടെ അങ്ങോട്ട് ഇരിപ്പുണ്ട്. എന്തായാലും ഇതിന്റെ കൂടെ നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ മറ്റുള്ള നോക്കുവാണെങ്കിൽ രണ്ട് ഡിഫറെന്റ് സൈസസിലുള്ള ഇയർ ടിപ്സുകളുണ്ട്. അതുപോലെ തന്നെ ഒരു ടൈപ്പ് സി കേബിൾ ഉണ്ട്. കൂടാതെ കുറച്ച് പേപ്പർ വർക്ക്സ് ആണ്. അല്ലാണ്ട് പൊതുവെ നമുക്ക് എല്ലാത്തിലും കിട്ടുന്നത് പോലെ തന്നെയാണ് ഇതിലും കിട്ടുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ റോക്കേഴ്സ് 333ANC. എന്തായാലും ഫിസിക്കലി നോക്കുവാണെങ്കിൽ ഇതിന്റെ കളർ കോമ്പിനേഷൻ തന്നെയാണ് ഇതിൽ ആദ്യമായിട്ട് എടുത്ത് പറയേണ്ട ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഗ്രേ ആൻഡ് ഈ ഒരു ഗ്രീൻ കളറിലെ ടിപ്പൊക്കെ കൊടുത്തിട്ട് എടുത്ത് പറയുമ്പോഴത്തേക്ക് അട്രാക്ഷൻ ഒക്കെ തന്നെയാണ്. പക്ഷേ അതിൽ ഒരു ഡ്രോബാക്ക് ആയിട്ട് പറയുവാണെങ്കിൽ നമുക്ക് ഒരു കാര്യം പറയാൻ പറ്റുന്നത് പെട്ടെന്ന് അഴുക്കായി പോകാൻ ചാൻസ് ഉണ്ട്, നമ്മൾ കൈയൊക്കെ നല്ല രീതിക്ക് വൃത്തിയായിട്ട് സൂക്ഷിച്ചില്ലെങ്കിൽ. പക്ഷേ അതർവൈസ് ആ ഒരു അട്രാക്ഷന്റെ കാര്യത്തിൽ നോക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ഗ്രേ കളർ എന്ന് പറയുന്നതും പ്രത്യേകിച്ച് ഈ ഒരു കിളിപ്പച്ച കളറൊക്കെ പറയുന്നത് നല്ല അട്രാക്റ്റഡ് ആണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഏറ്റവും മുകളിലായിട്ട് കാണാൻ സാധിക്കുന്ന ഈ ഒരു നെക്കിന്റെ ഭാഗം എന്ന് പറയുന്നത് ഒരു മീഡിയം സോഫ്റ്റ് സിലിക്കൺ മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഭാഗമാണ്. കൂടാതെ കമ്പാർട്ട്മെന്റ്സിലേക്ക് വരുവാണെങ്കിൽ 333യിലും അതുപോലെ തന്നെ 330 കണ്ടതുപോലെ തന്നെ ആ ഒരു മെറ്റൽ ബോഡി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇടത് സൈഡിൽ ബാറ്ററി കമ്പാർട്ട്മെന്റ് ആണ്, അവിടെ ബോട്ടിന്റെ ലോഗോ ഉണ്ട്. കൂടാതെ വലത് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് നമ്മുടെ കൺട്രോൾ പാനൽസ് എന്ന് പറയുന്നത്. ഏറ്റവും മുകളിൽ ANC ബട്ടൺ ആണ്. അതായത് നമുക്ക് ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ, അതായത് നമുക്ക് 25 ഡെസിബിളിന്റെ ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ഓൺ ആക്കാം. അതുപോലെ തന്നെ ട്രാൻസ്പെറൻസി മോഡിലേക്ക് സ്വിച്ച് ഓവർ ചെയ്യാം. കൂടാതെ അത് ഓഫ് ആക്കാനും സാധിക്കും. കൂടാതെ വോളിയം ഡൗൺ ബട്ടൺ, MFB, വോളിയം അപ്പ് ബട്ടൺ, അതിന് തൊട്ട് താഴെയായിട്ടൊരു LED ഇൻഡിക്കേറ്റർ കാണാം. സൈഡിലായിട്ടൊരു ടൈപ്പ് സി പോർട്ടും നമുക്ക് കാണാൻ സാധിക്കും. ഇനി താഴേക്ക് വരുവാണെങ്കിൽ നമ്മുടെ ഇയർബഡുമായിട്ട് കണക്ട് ചെയ്യുന്ന OS നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള OS തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ഒരു 333 എടുത്ത് പറയേണ്ടത് ഇത് ബ്രൈഡഡ് ആണ്. 330യും 333 നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എടുത്ത് ഒരു ഹൈലൈറ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന 333 പറയാൻ പറ്റുന്ന ഒരു സംഭവം ഈ ഒരു ബ്രൈഡഡ് ആണെന്ന് മാത്രമാണ്. എന്തായാലും ഇനി ഇയർബഡിലേക്ക് വരുവാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡിസൈനോട് കൂടിയിട്ടാണ് ഈ ഒരു ഇയർബഡുകൾ നമുക്ക് കാണാൻ സാധിക്കുക. പൊതുവെ ബോട്ടിൽ കാണുന്ന ഒരു ടിപ്പിക്കൽ ഡിസൈൻ തന്നെയാണ്. 13mm ആയതുകൊണ്ട് തന്നെ ഇയർബഡുകൾ കുറച്ചൊരു വലിയ സൈസാണ്. ഏറ്റവും പറയലായിട്ട് ബോട്ടിന്റെ ലോഗോ ഉണ്ട്. കൂടാതെ മാഗ്നറ്റിക് കൺട്രോൾ ഒന്നും ഇല്ല, നമുക്ക് ഇതുപോലെ പക്ഷേ ഒട്ടിച്ചൊക്കെ വെക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ 191Gയിൽ നമ്മൾ കണ്ടതുപോലെ ആ ഒരു സെമി ട്രാൻസ്പെറന്റ് പോർഷൻ ആണ് ഈ ഫ്രണ്ടിലത്തെ നമ്മുടെ ഭാഗത്ത് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഡ്രൈവറും ഒക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും കേട്ടോ. എന്തായാലും അത്യാവശ്യം നല്ല കളർ കോമ്പിനേഷന്റെ കാര്യത്തിൽ ഇത് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. ഇവിടുത്തെ ആ ഒരു ഗ്രേ, ബ്ലാക്ക്, അതുപോലെ തന്നെ കിളിപ്പച്ച കളർ പറയുമ്പോഴത്തേക്ക് 220 mAh ബാറ്ററി കപ്പാസിറ്റി ഉള്ള ഈ ഒരു നെക്ക് ബാൻഡിന് അപ് ടു 24 hours ആണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം. 1.5 മണിക്കൂർ വേണം 100% ചാർജ് ആകാൻ. കൂടാതെ SAP ചാർജിങ് ടെക്നോളജി ഉള്ളതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു 10 മിനിറ്റ് ചാർജ് കഴിഞ്ഞാൽ 5 മണിക്കൂർ നമുക്ക് ടോട്ടൽ പ്ലേ ടൈം ലഭ്യമാകുന്നതാണ്. കമ്പനി റെക്കമെൻഡ് ചെയ്യുന്ന ചാർജിങ് അഡാപ്റ്റർ എന്ന് പറയുന്നത് 5V2A 10 വാട്ട്സിന്റെ ആണ്. നിങ്ങളുടെ കയ്യിൽ ഒരു 18 വാട്ട്സിന്റെ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ഒരു ഫാസ്റ്റ് ചാർജർ ഉണ്ടെങ്കിൽ പോലും അതിനകത്ത് ഔട്ട്പുട്ട് 5V2A ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് വെച്ച് ചാർജ് ചെയ്യാം. പക്ഷേ നമ്മളൊരു റിസ്ക് എടുക്കേണ്ടി വരും. കാരണം ഡേറ്റ കേബിളിന് എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഇത് അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. ഒരു വർഷം നമുക്കൊരു വാറന്റി ഉണ്ടെങ്കിലും അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വോൾട്ടേജ് കയറി അടിച്ചു പോയി കഴിഞ്ഞാൽ വാറന്റി ക്ലെയിം ചെയ്യാൻ ചാൻസസ് വളരെ കുറവാണ്. പിന്നെ ഈ ഒരു 24 hours അതുപോലെ തന്നെ 5 hours ഏതാണെങ്കിലും നമ്മൾ ഇവരുടെ സിഗ്നേച്ചർ സൗണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു അപ് ടു 24 hours ആണെങ്കിലും 5 hours ആണെങ്കിലും ഒക്കെ കിട്ടത്തുള്ളൂ. എന്താണ് സിഗ്നേച്ചർ സൗണ്ട് എന്ന് വെച്ചാൽ നമ്മൾ നോർമലി ഇവർ ബോട്ടിൽ ഒരു സൗണ്ട് ഉണ്ടല്ലോ, അതാണ്. പിന്നെ ഓവ്യൂൽ
ഓവർവ്യൂവിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവരെ ആക്ച്വലി ഡിറാക്കുമായിട്ട് ഫീച്ചർ ചെയ്യുവാണ്. ഡിറാക്കിന്റെ ഒപ്റ്റിമൈസ് ചെയ്ത ഒരു സൗണ്ട് ഇതിനകത്തുണ്ട്. അത് ആക്ച്വലി നമുക്ക് ക്രിസ്റ്റൽ ബയോണിക് സൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു EQ മോഡായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ MFBയിൽ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് അങ്ങോട്ട് ഓൺ ആവുന്നതാണ്. അത് ഓൺ ആക്കി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമുക്ക് ഈ ഒരു 24 മണിക്കൂർ എന്ന് പറഞ്ഞത് നേരെ അങ്ങോട്ട് 16 മണിക്കൂറിലേക്ക് പോകും. അത് നമ്മളൊരു 60% പാട്ട് കേട്ടാൽ മാത്രം. കൂടാതെ 5 hours എന്ന് പറഞ്ഞത് 3.5 hours പോകാൻ ചാൻസ് ഉണ്ട്. സോ അതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ്. നമ്മൾ 60% ക്രിസ്റ്റൽ ബയോണിക് സൗണ്ടിൽ കേൾക്കണോ അതല്ല നമ്മുടെ സിഗ്നേച്ചർ സൗണ്ടിൽ കേൾക്കണോ എന്നുള്ളത് ഞാൻ എന്തായാലും എന്താണ് റെക്കമെൻഡ് ചെയ്യാൻ പോകുന്നത് ആ ഒരു മ്യൂസിക് എക്സ്പീരിയൻസ് ചെയ്ത് പറയുമ്പോഴത്തേക്ക് ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരാം. ഇനി ബേസിക് ബട്ടൺ കൺട്രോൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ MFBയിൽ നമ്മൾ ജസ്റ്റ് ഒരു 1 ടാപ്പ് ചെയ്യണമെങ്കിൽ കോൾ എടുക്കാനും കോൾ കട്ട് ചെയ്യാനും മ്യൂസിക് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ ഡബിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിലാണ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ആ ഒരു ക്രിസ്റ്റൽ ബയോണിക് സൗണ്ട് ഓൺ ആവുക. കൂടാതെ ഡബിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അത് അങ്ങോട്ട് ഓഫ് ആവും. ട്രിപ്പിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ വോയിസ് അസിസ്റ്റൻസ് വർക്ക് ആവും. കൂടാതെ വോളിയം ഡൗൺ ബട്ടണിൽ നമ്മൾ ജസ്റ്റ് 1 ടാപ്പ് ചെയ്യുകയാണെങ്കിൽ വോളിയം ഡൗൺ ആവും. ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ പ്രീവിയസ് ട്രാക്കിലേക്കും, കൂടാതെ പ്ലസ് ബട്ടണിൽ നമ്മൾ ജസ്റ്റ് 1 ടാപ്പ് ചെയ്യുകയാണെങ്കിൽ വോളിയം അപ്പ് ആവും. ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ട്രാക്കിലേക്കും പോകും. കൂടാതെ ഇതിനകത്തുള്ള ആ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ANC ബട്ടണിൽ നമ്മൾ ജസ്റ്റ് 1 ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ANC മോഡ് ഓൺ ആകും. രണ്ടാമത് വീണ്ടും ഒരു ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ട്രാൻസ്പെറൻസി മോഡ് ഓൺ ആകും. മൂന്നാമത് ചെയ്യുമ്പോഴത്തേക്ക് അത് അങ്ങോട്ട് ഓഫ് ആവും. ANCനെ കുറിച്ചിട്ട് ആക്ച്വലി എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുവാണെങ്കിൽ നമ്മളിത് വെച്ചിട്ട് ANC അങ്ങോട്ട് ഓൺ ആക്കുമ്പോഴത്തേക്ക് എന്തോ വന്നൊരു അടയുന്നൊരു ഫീൽ ഉണ്ട്. പക്ഷേ പുറമേ കേൾക്കുന്ന പാട്ടൊക്കെ ഉണ്ടല്ലോ, ഞാനിപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയണം. ഞാനിത് വെച്ചിട്ട് ആക്ച്വലി ANC മോഡ് ഓൺ ആക്കിയ സമയത്ത് പുറമേ ഒരു പാട്ട് കേൾക്കുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ കാക്ക വിളിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ നല്ല രീതിക്ക് കേൾക്കാം. പക്ഷേ ഒരു കാറ്റുണ്ടല്ലോ, ആ ഒരു കാറ്റ് അങ്ങ് സ്റ്റോപ്പ് ആവുന്ന ഒരു ഫീലാണ്. ഇതുപോലെ തന്നെയാണ് ആക്ച്വലി ഡിസോ ഗോപോർട്സ് നിയോയിലും ഒക്കെ തന്നെ എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ നമ്മുടെ സാംസങ്ങിന്റെ ബഡ്സ് പ്രോയിൽ അങ്ങനെ അല്ലായിരുന്നു. സോ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരിക്കലും എനിക്ക് സാംസങ് ബഡ്സ് പ്രോയും ഈ ഒരു 333 ANC വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം അതെന്ന് പറയുന്നത് 10-13,000 രൂപയുടെ സാധനമാണ്. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് 1,500 രൂപ മാത്രമേ ഉള്ളൂ. 1,500 രൂപയ്ക്കുള്ളിൽ ഉറപ്പായിട്ട് നമുക്ക് ANC ഇതിൽ അകത്ത് കിട്ടുന്നത് ബെറ്റർ തന്നെയാണെന്നാണ് എനിക്ക് അങ്ങോട്ട് പറയാൻ പറ്റുന്നത്. പിന്നെ ആക്ച്വലി ഈ ഒരു ANC എന്നൊക്കെ പറയുന്നത് നമുക്ക് കൂടുതൽ അങ്ങോട്ട് ഈ ഒരു 1,500 രൂപയിൽ അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. പിന്നെ ഡ്രോബാക്ക് ആയിട്ടും കൂടുതൽ അങ്ങോട്ട് പറയാൻ പറ്റില്ല. കാരണം ഇതിന്റെ വില എന്ന് പറയുന്നത് 1,500 രൂപയാണ്. ബ്ലൂടൂത്ത് വേർഷൻ എന്ന് പറയുന്നത് 5.2, അതുപോലെ തന്നെ ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറയുന്നത് 10 മീറ്റർ ആണ്. കൂടാതെ IPX4 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് അത്യാവശ്യം ഡ്രസ്സിലിംഗിലും അല്ലെങ്കിൽ വർക്ക്ഔട്ട് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്താലും അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. IPX5 ആയിരുന്നുവെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയേനെ, നമുക്ക് ഇത്രയും നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റിലെന്ന് നമ്മൾ വിചാരിച്ച് പോകും. അത് പൊതുവെ സാധാരണ എല്ലാവരും ചിന്തിച്ച് പോകുന്നത് തന്നെയാണ്. ഇനി ഇതിന്റെ വെയറിംഗ് കംഫർട്ടിലേക്ക് വരുവാണെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട്, ഇത്തിരി വലുതാണെങ്കിൽ പോലും നമ്മുടെ 191G ഉണ്ടല്ലോ അതുപോലെയാണ് ഇരിക്കുന്നത്. നമുക്ക് തോന്നും ചിലപ്പോൾ ഇത് പെയിൻ എടുക്കുന്നു, പക്ഷേ പെയിൻ ഒന്നും എടുക്കത്തില്ല കേട്ടോ. നമ്മുടെ ചെവിയിൽ അങ്ങോട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് വെക്കുമ്പോൾ തന്നെ ANC ഓൺ ആക്കിയില്ലെങ്കിലും നല്ല രീതിക്ക് പാസീവ് നോയിസ് ക്യാൻസലേഷൻ ഒക്കെ തന്നെ വർക്ക്ഔട്ട് ആവുന്നുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു ക്ലോസ്ഡ് ഫീൽ കിട്ടുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ കൂടെ ആ ഒരു ANC ഓൺ ആക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള സംഭവം കിട്ടുന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിന്റെ മൈക്ക് ക്വാളിറ്റി കേൾക്കാം, അതിനുശേഷം നമുക്ക് ആ ഒരു മ്യൂസിക് ക്വാളിറ്റിയിലേക്ക് വരാം. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബോട്ട് റോക്കേഴ്സ് 333ANC നിന്നും ലഭ്യമാകുന്ന ആ ഒരു മൈക്ക് ക്വാളിറ്റിയാണ്. ഞാൻ ആക്ച്വലി നോർമലാണ് സംസാരിക്കുന്നത് ഇൻഡോറിനകത്ത്. 333ANC നമ്മളൊരു കോളിംഗ് പേർപ്പസിന് വാങ്ങിച്ചാൽ അത് എന്തുമാത്രം വർക്ക് ബോയിങ് ആകും, എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അത് ഉറപ്പായിട്ടും ഒരു വീഡിയോയുടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു മൈക്ക് ക്വാളിറ്റി? പെർഫെക്റ്റ് ആയിരുന്നു? അതല്ല എന്താണെങ്കിലും എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഓക്കെ ആയിരിക്കണം. കാരണം നെക്ക് ബാൻഡുകളിൽ നിന്നും കൂടുതൽ അങ്ങോട്ട് മൈക്ക് ക്വാളിറ്റിനെ കുറിച്ച് കുറ്റം പറയാനൊന്നും പറ്റത്തില്ല. ഇനി ഇതിന്റെ മ്യൂസിക് ക്വാളിറ്റിയിലേക്ക് കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ഇതിനകത്ത് SBC AAC കോഡൊക്കെ ഉണ്ട്. സോ നമ്മളൊരു 100% പാട്ട് കേട്ടാൽ പോലും ഒരു പ്രശ്നവും നമുക്ക് വരത്തില്ല. പിന്നെ ഇതിൽ എടുത്ത് പറയേണ്ട, ഞാൻ വീണ്ടും പറയണത്, ആ ഒരു സിഗ്നേച്ചർ സൗണ്ടും നമ്മുടെ ഡിറാക്കിന്റെ ആ ഒരു ക്രിസ്റ്റൽ ബയോണിക് സൗണ്ടും തമ്മിലുള്ളൊരു വ്യത്യാസം ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കാരണം സിഗ്നേച്ചർ സൗണ്ട് ഒന്നുമല്ല ഈ ഒരു ഡിറാക്കിന്റെ ക്രിസ്റ്റൽ ബയോണിക് സൗണ്ടിന്റെ മുന്നിൽ നിന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇനി അതല്ല, എനിക്ക് തോന്നുന്നത് ഈ ഒരു ഡിറാക്ക് ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ട് സിഗ്നേച്ചർ സൗണ്ട്, അതായത് ബോട്ടിന്റെ നോർമൽ സൗണ്ട് അങ്ങോട്ട് കുറച്ചുകൂടെ കൊള്ളൂലാത്ത രീതി ആക്കിയതാണോ എന്നും എനിക്കറിയത്തില്ല. ഞാൻ ഒരു കാര്യം ഉറപ്പ് പറയാം, എന്തായാലും നമ്മൾ ഈ ഒരു ഡിറാക്കിന്റെ ക്രിസ്റ്റൽ ബയോണിക് സൗണ്ടിലേക്ക് നമ്മൾ ഓൺ ആക്കിയിട്ട് പാട്ട് കേട്ട് തുടങ്ങി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ഒരു സിഗ്നേച്ചർ സൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും അതൊരു നല്ലതായിട്ട് തോന്നുന്നില്ല, നമുക്കത് തോന്നത്തില്ല ആ ഒരു സംഭവത്തിൽ കേൾക്കാൻ പോലും. ബാലൻസ്ഡ് ആയിട്ടൊരു ഔട്ട്പുട്ടാണ്, എന്നാൽ ബേസ് കുറച്ച് ഡോമിനേറ്റഡ് ആണ് നമ്മുടെ ആ ഒരു ഡിറാക്കിന്റെ ആ ഒരു ക്രിസ്റ്റൽ ബയോണിക് സൗണ്ടിൽ. എന്നാൽ നമ്മുടെ ബോട്ടിന്റെ സിഗ്നേച്ചറിലേക്ക് വരുവാണെങ്കിൽ ബേസ് ഭയങ്കര ഡോമിനേറ്റഡ് ആണ് കേട്ടോ. നിങ്ങൾ ഒരു ബേസ് ലവർ ആണെങ്കിൽ ഉറപ്പായിട്ടും ബോട്ടിന്റെ
സിഗ്നേച്ചർ സൗണ്ട് കേൾക്കുന്നതായിരിക്കും കുറച്ച് ബെറ്റർ ആയിട്ടുള്ളത്. എന്നാൽ നിങ്ങൾക്കൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട്, പ്രത്യേകിച്ച് എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ക്രിസ്റ്റൽ ബയോണിക് സൗണ്ടിലേക്ക് പോവുക. എൻഹാൻസ് എന്ന് വെച്ചാൽ നല്ല രസമുണ്ട് കേട്ടോ. 100% നമ്മൾ പാട്ട് കേട്ടാലും ഒരു പതർച്ചയും ഇല്ല. വോക്കൽ കുറച്ച് നമ്മൾ 100% പാട്ട് ഇടുമ്പോഴത്തേക്ക് വോക്കൽ കുറച്ച് നല്ല ഡോമിനേറ്റഡ് വരുന്നുണ്ട്, നല്ലൊരു എഫക്റ്റ് കിട്ടുന്നുണ്ട് ആക്ച്വലി ഈ ഒരു ക്രിസ്റ്റൽ ബയോണിക് സൗണ്ടിൽ. സോ ഞാൻ വീണ്ടും പറയുന്നത്, ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ ക്രിസ്റ്റൽ ബയോണിക് സൗണ്ടിനെ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സിഗ്നേച്ചർ സൗണ്ടിലേക്ക് നിങ്ങൾ പോകത്തില്ല. സോ മ്യൂസിക് ക്വാളിറ്റിയുടെ കാര്യത്തിൽ നിങ്ങൾ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നെങ്കിൽ ഒരിക്കലും ഡിസപ്പോയിന്റഡ് ആകത്തില്ല. പിന്നെ നിങ്ങൾക്ക് ഒരു ഡ്രോബാക്ക് ആയിട്ട് എടുത്ത് പറയാൻ പറ്റുന്നത് ആകെ ഒരു സംഭവം എന്ന് പറയുന്നത്, ഈ ഒരു നമ്മുടെ ക്രിസ്റ്റൽ ബയോണിക് സൗണ്ട് ഓൺ ആക്കി കഴിഞ്ഞാൽ ആകെ 16 മണിക്കൂർ മാത്രമേ കിട്ടത്തുള്ളൂ. 60% അല്ലെങ്കിൽ 50% ഏതിലാണെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം നല്ല എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ 60-70 മുകളിലൊന്നും പോകാനേ പോകുന്നില്ല കേട്ടോ. സോ ഓൾമോസ്റ്റ് ഈ ഒരു പറയണ ബാറ്ററി ലൈഫ് ഒക്കെ തന്നെ നമുക്ക് കിട്ടാനും ചാൻസസ് ഉണ്ട്. പൊതുവെ ബോട്ടിന്റെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അൺബോക്സ് ചെയ്ത് നമ്മുടെ 121 Pro നിങ്ങൾ വീഡിയോ കണ്ടു കേട്ടില്ല, എന്നാലും ഞാൻ എക്സ്പീരിയൻസ് ഇട്ടുണ്ടായിരുന്നു. അതിനകത്ത് ആക്ച്വലി 50% നമ്മൾ പാട്ട് കേട്ട് കഴിഞ്ഞാൽ ഒരു ഭയങ്കര സൗണ്ട് ഇല്ല. എന്നാൽ ഇവിടേക്ക് വന്നപ്പോഴത്തേക്ക് 50% ഇനഫ് ആണ്. ഒരു 100% ക്വാളിറ്റി കിട്ടുന്നുണ്ട്. അതും ഇതിലെടുത്ത് പറയേണ്ട. മ്യൂസിക്കിന്റെ കാര്യത്തിൽ നമ്മൾ ഒരിക്കലും ഈ ഒരു ബോട്ട് റോക്കേഴ്സ് 333 ANC എന്ന് പറഞ്ഞാൽ മാറ്റി വെക്കേണ്ട ഒരു ആവശ്യമില്ല. പ്രത്യേകിച്ച് നിങ്ങളൊരു ബേസ് ലെവർ ആണെങ്കിൽ കണ്ണും പൂട്ടി അങ്ങോട്ട് വാങ്ങിച്ചോളൂ. 1499 രൂപയ്ക്ക് ഇത്രയും ബേസ് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വേറെ ഇപ്പോൾ എന്തായാലും തൽക്കാലത്തേക്ക് ഇല്ല. ഇനി അടുത്ത വരോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇനി ലേറ്റൻസിയുടെ കാര്യം പറയുവാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് ഇന്ന് നമുക്ക് വീഡിയോസ് കാണുമ്പോൾ ഒരു കുഴപ്പമില്ല. അത് യൂട്യൂബ് ആണെങ്കിലും ഇന്റേണൽ ആണെങ്കിലും എക്സ്റ്റേണൽ ആണെങ്കിലും ഏതിൽ വേണമെങ്കിലും നമുക്ക് വീഡിയോസ് കാണാൻ നല്ല പെർഫെക്റ്റ് ആയിട്ട്, ലിപ്സിംഗ് ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. എന്നാൽ നിങ്ങൾ ഗെയിം കളിക്കുവാണെങ്കിൽ ചെറിയ ഡിലേ ഇതിനകത്ത് അനുഭവപ്പെടും. കാരണം ഇതിൽ ലോ ലേറ്റൻസി മോഡ് അല്ലെങ്കിൽ ഇവർ ബോട്ടിൽ പറയുന്ന ഒരു ബീസ് മോഡ് ഇല്ല. സോ എനിക്ക് ആക്ച്വലി മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആക്ച്വലി ഗെയിം കളിക്കാൻ പറ്റിയൊരു സാധനമല്ല. 1499 രൂപയ്ക്ക് ഇത് ആര് വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമെന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയും, നിങ്ങളൊരു മ്യൂസിക് ലവർ ആണ്, പ്രത്യേകിച്ച് നിങ്ങളൊരു ബേസ് ലവർ ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ ഡിസപ്പോയിന്റഡ് ആകത്തില്ല. അതിൽ യാതൊരു സംശയവുമില്ല. 1499 അവർക്ക് വർത്ത് തന്നെയാണ്. അപ്പൊ ഈ ഒരു വീഡിയോയിലൂടെ ബോട്ട് റോക്കേഴ്സ് 333 ANC കുറിച്ചിട്ടുള്ള ഏകദേശ ധാരണ നിങ്ങൾക്ക് ലഭ്യമായെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഷെയർ ചെയ്യുക. കൂടാതെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ.